വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. ഇലക്ഷന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യത്തെ ഒരു എഡ്ജ് അത് LDF-ന് കിട്ടിയെന്ന് വേണം പറയാൻ. കാരണം ഡേറ്റ് പ്രഖ്യാപിച്ച് അടുത്ത 1 മണിക്കൂറിനകം മുഴുവൻ സ്ഥാനാർത്ഥികളെയും LDF പ്രഖ്യാപിക്കുന്നു, CPM പ്രഖ്യാപിക്കുന്നു, CPI പ്രഖ്യാപിക്കുന്നു. പ്രചരണത്തിന് അവരിറങ്ങുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവർ പ്രചരണത്തിന് എല്ലാം തയ്യാറാക്കി വെച്ച സ്വിച്ചിട്ട, അതായത് എണ്ണയിട്ട യന്ത്രം പോലെ, സ്വിച്ചിട്ട പോലെ അവർ പ്രചരണത്തിന് ഇറങ്ങുന്നു. കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. UDF എന്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് UDF പറയുന്നത്. LDF ചില സ്ഥലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് BJP-ക്ക് നേരിയ എഡ്ജുള്ള സ്ഥലങ്ങൾ, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലാണ് പ്രഖ്യാപിക്കാത്തത്. നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം ഇലക്ഷൻ പ്രഖ്യാപിച്ചത് ഒരു വിഷയമാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഇപ്പോ ഒരു സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ABP-യുടെ IANS മെട്രിക്സ് സർവേ പ്രഡിക്ഷൻസ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രഡിക്ഷൻസിൽ ആരൊക്കെ എത്രയൊക്കെ സീറ്റുകൾ നേടും എന്നുള്ളത് ഈ സർവേ ഫലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ TVK അടക്കം 6 മുതൽ 12 സീറ്റ് വരെ നേടുമെന്ന് ഈ സർവേ ഫലത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തെ ഈ സർവേ വിഷയങ്ങളും 4 സംസ്ഥാനങ്ങളും പുതുച്ചേരിയും ഇവിടെയുള്ള എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബംഗാളാണ്. ബംഗാളിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു മാറ്റം, ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണ് പുതുയുഗ യാത്ര നടക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പുതുയുഗം പിറക്കാൻ പോകുന്നത് ബംഗാളിലാണ് എന്നാണ് പല വീഡിയോകളും നരേന്ദ്രമോദി അവിടെ എത്തിയപ്പോൾ ഉള്ള അനുഭവങ്ങളും എല്ലാം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിൽ നരേന്ദ്രമോദി അവിടെ എത്തിയതിനു ശേഷം ഉണ്ടായ ഒരു ജനത്തിരക്ക്, അത് ഇതുവരെ BJP-ക്ക് ലഭിക്കാത്ത ഒരു സ്വീകാര്യതയാണ് അവിടെ ലഭിക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് TMC അവിടെ നരേന്ദ്രമോദി അവിടെ വന്നപ്പോൾ അവരുടെ ഒരു മുദ്രാവാക്യമായിരുന്നു നരേന്ദ്രമോദി ഇവിടെ പ്രവേശിക്കാൻ പാടില്ല, നരേന്ദ്രമോദി തിരിച്ചു പോകണം എന്നുള്ളൊരു മുദ്രാവാക്യമായിരുന്നു. അപ്പൊ ഈ പോസ്റ്ററുകൾ അവിടെയുള്ള ബംഗാളിലെ ജനങ്ങൾ തന്നെ കീറിക്കളയുന്ന ഒരുപാട് ദൃശ്യങ്ങൾ ഇപ്പൊ ഹൗറ ബ്രിഡ്ജിന് താഴെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ സർവേ ഫലം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ബംഗാളിൽ എത്രത്തോളം പിടിക്കേണ്ടത് എന്നുള്ളത്. അവർ കുറെ നാളായിട്ട് ബംഗാളിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ BJP-ക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്തവണയും സമാനമായിട്ടുള്ള രീതിയിൽ പ്രതീക്ഷയുണ്ട്. കുറച്ച് കൂടുതൽ പ്രതീക്ഷ ഇത്തവണയുണ്ട് എന്നുള്ളതാണ് BJP സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ഒപ്പീനിയൻ പോൾ ബൈ ABC മെട്രിക്സ് പുറത്തു വരുമ്പോൾ അവിടെ ഇത്തവണയും BJP ഭരണത്തിലേറുമോ എന്നുള്ള ചോദ്യത്തിന് ഇവർ നൽകുന്ന ഉത്തരം BJP-ക്ക് അവിടെ 100 മുതൽ 115 വരെ സീറ്റുകൾ നേടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണത്തെക്കാട്ടിലും വളരെ മുന്നിലേക്ക് BJP പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TMC തൃണമൂൽ കോൺഗ്രസിനാണ് ഇത്തവണയും അവിടെ ലീഡുള്ളത്. 155 മുതൽ 170 സീറ്റ് വരെ തൃണമൂൽ കോൺഗ്രസ് നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ 100-ഓ 115-ഓ സീറ്റുകൾ നേടിയാൽ പോലും അവർ ഭരണം പിടിക്കാനുള്ള ആ ഒരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മമതാ ബാനർജി വിരളി പിടിച്ച് നടക്കുകയാണ് അവിടെ. പിന്നെ അത് 5 മുതൽ 7 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ABP മെട്രിക്സ് സർവേ പ്രഡിക്ഷൻസ് പറയുന്നത്. ഇത് സർവേകൾ എപ്പോഴും ജനഹിതമല്ല, ഒരു ചെറിയ കൂട്ടം ആൾക്കാരുടെ ഒപ്പീനിയൻ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. എക്സിറ്റ് പോളുകൾ പോലും പൊളിഞ്ഞു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എക്സിറ്റ് പോളുകളുടെ ട്രെൻഡ് ഇപ്പോൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആര് ഭരണം പിടിക്കില്ല എന്ന് പറയുമോ അവര് ഭരണം പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹരിയാനയിൽ കണ്ടു, ബീഹാറിൽ കണ്ടു, എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം. അപ്പോൾ ഈ ഒരു സർവേ നമുക്ക് എത്രത്തോളം നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ ചോദിച്ചേട്ടാ, എന്താണ് ബംഗാളിലെ ഇത്തവണത്തെ സിറ്റുവേഷൻ? BJP എന്തായാലും നിർണായകമാണ്, എല്ലാ തവണയും നിർണായകമാണ്, ഇത്തവണയും നിർണായകമാണ്. ഇത്തവണയെങ്കിലും BJP ബംഗാളിൽ ഭരണം പിടിക്കും. ബംഗാളിൽ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 4 സംസ്ഥാനങ്ങളിൽ ആര് ഭരണം പിടിച്ചാലും, അല്ലാതെ ഈ ബാക്കി 3 സംസ്ഥാനങ്ങൾ ആര് ഭരണം പിടിച്ചാലും BJP-യാണ് സ്റ്റാർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് തോന്നുന്നു? ഇപ്പം നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് പുതുച്ചേരിയിലും ആസാമിലും BJP-യുടെ ഭരണമാണ്. ഈ ബംഗാള് ധനുഷ് പറഞ്ഞത് ശരിയാണ്, ബംഗാൾ ഒരു വലിയ വിഷയം തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളം പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലൈനുള്ള സ്ഥലം ആണ് ബംഗാൾ. ഒരു പ്രതിപക്ഷ മനസ്സുള്ള ജനമാണ്. അങ്ങനെയുള്ള ബംഗാളിൽ ഒരു സീറോയിൽ നിന്നാണ് BJP ഇക്കണ്ട നേട്ടമെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനുണ്ടായി ഉണ്ടാക്കിയത്. 10 വർഷം എന്ന് പറയുമ്പോൾ 2 തെരഞ്ഞെടുപ്പ്. അവിടെ അഭിമുഖീകരിക്കുന്ന കുറെ അധികം വിഷയങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാല് ഈ വങ്കനാടിന്റെ ഒരു പ്രത്യേകത, ജിയോഗ്രഫിക്കലായാലും കൾച്ചറായാലും മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ BJP രാഷ്ട്രീയത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയായിട്ടാണ് അതിനെ മുമ്പ് വിലയിരുത്തപ്പെട്ടത്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവര് ഒരു പൂഴിക്കടകൻ ഇറക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പറയാം. അവിടെ അവര് ഈ സുവേന്ദു അധികാരിയെ പോലുള്ളവരെ
ചാടിച്ച് കളത്തിലിറക്കി. ഏതാണ്ട് അവരുടെ മത്സരിച്ച പകുതിയിലേറെ പേരും തൃണമൂൽ കോൺഗ്രസിന്റെ അടുത്ത് നിൽക്കുന്നവരോ ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നേതാക്കളെ തന്നെയാണ്. കാരണം ബി ജെ പിക്ക് വെസ്റ്റ് ബംഗാളിൽ അഭിമുഖീകരിക്കുന്നവരുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ടൊരു മുഖമില്ല എന്നുള്ളതാണ്. ഇത് ബി ജെ പി ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും അഭിമുഖീകരിക്കുന്നുണ്ട്. പഞ്ചാബില് അവർക്കൊരു നല്ല മുഖമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ അവർക്ക് ഒരു മുഖമില്ല. കാരണം ആ പാർട്ടി വെസ്റ്റ് ബംഗാളിൽ ക്ലച്ച് പിടിച്ചിട്ട്, ആ രാഷ്ട്രീയ പ്രസ്ഥാനം ക്ലച്ച് പിടിച്ചിട്ട് ഒരു 10 കൊല്ലമേ ആകുന്നുള്ളൂ. അപ്പൊ അതിനോടകത്ത് അവർക്കൊരു ഒരു നല്ല മുഖത്തിനെ ഉയർത്തിക്കൊണ്ട് അവരിടയ്ക്ക് ബിപിൻ ചക്രവർത്തി കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഒരു പ്രചരണത്തിന്റെ മുഖമാക്കാമെന്ന് വരും. പക്ഷെ അദ്ദേഹത്തിന് അനാരോഗ്യം ഒരു വലിയ വിഷയമായിട്ടുണ്ട്. അങ്ങനെ ചില വിഷയങ്ങൾ വന്നിരുന്നു. സുവേന്ദു അധികാരി വന്നിരുന്നു. കാരണം ഇവരുടെ ഒരു പഴയ പ്ലാൻ ഞാൻ പറയാം. അത് ചിന്തിച്ചിട്ട് കാര്യമില്ലെങ്കിൽ പോലും ഞാനത് പറയാൻ ആഗ്രഹിക്കാം. കാരണം നമ്മുടെ പ്രണബ് മുഖർജി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കിയായിരുന്നു കോൺഗ്രസ്. അവസാന നിമിഷത്തിൽ ഇദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ദുഃഖിതനായിരുന്നു. ഈ പ്രണബ് മുഖർജി അദ്ദേഹത്തിന്റെ മകള് തന്നെയാണ് പിന്നീട് അത് പറഞ്ഞത്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകാനായിരുന്നു താല്പര്യം. പക്ഷെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകാനുള്ള എല്ലാ കപ്പാസിറ്റി കഴിവും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ ബി ജെ പിക്ക് അങ്ങനെ ഉണ്ടല്ലോ, ആർക്കെങ്കിലും ഒരു ക്ഷീണം പറ്റിയ ഉടനെ തന്നെ സഹായവുമായിട്ട് അവിടെ എത്തുന്ന ഒരു സ്വഭാവം ഉണ്ട് അവർക്ക്. കാരണം അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രണബ് മുഖർജിയായിട്ട് ഭയങ്കരമായ ഒരു ഡീൽ ഇവരുണ്ടാക്കിയിട്ട് പ്രണബ് മുഖർജിയുടെ ഈ രാഷ്ട്രപതിയുടെ ഇത് കഴിയുമ്പോൾ പ്രണബ് മുഖർജിയെ ബംഗാളിന്റെ ഒരു മുഖമാക്കുക എന്നൊരു ഒരു പ്ലാനൊക്കെ അവർക്ക് മുമ്പുണ്ടായിരുന്നു. പിന്നെ അത് ചിന്തിക്കേണ്ടി വന്നില്ല. പ്രണബ് മുഖർജി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. അത് മറ്റൊരു കാര്യം. പിന്നീട് അത് വലിയ ഇതൊന്നും കിട്ടിയില്ല. പക്ഷെ അദ്ദേഹം ഒരുപാട് വിഷമിച്ച് തന്നെയാണ് അവസാനം മരിക്കുന്നത്. കാരണം ഈ കോൺഗ്രസ് അതിന് മാത്രം ദ്രോഹം അദ്ദേഹത്തോട് ചെയ്തിരുന്നു. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അത്തരം ഒരു വിഷയമുണ്ട്. അവർക്ക് പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഒരു നേതാവാണ് സുവേന്ദു അധികാരി. പക്ഷെ സുവേന്ദു അധികാരി വർഷകാലത്തിൽ ഞെട്ടിച്ചു. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം നന്ദിഗ്രാം മുതൽ സന്ദേശ് ഖാലി വരെ ഈ സ്ഥലങ്ങളാണ് അവിടുത്തെ രാഷ്ട്രീയം ഇളക്കി മറിച്ചത്. നന്ദിഗ്രാം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. CPM-ന്റെ അടിവേരിളക്കിയ കർഷക സമരം നടന്ന സ്ഥലമാണ് നന്ദിഗ്രാം. അവിടേക്ക് തൃണമൂൽ കോൺഗ്രസ് വരുന്നു. ആ തൃണമൂൽ കോൺഗ്രസ് അവിടെ CPM-മാരെ അടിച്ചോടിച്ചുകൊണ്ട് അവിടെ മമത ജയിക്കുന്നു. അവിടുന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം തുടങ്ങും. കഴിഞ്ഞ തവണ ആ നന്ദിഗ്രാമില് ശ്രീമാൻ സുവേന്ദു അധികാരി മമതയെ വെല്ലുവിളിച്ച് മത്സരിക്കുന്നു. സുവേന്ദു അധികാരി ജയിക്കുന്നു. അതേ മണ്ണിൽ, അതേ പൊളിറ്റിക്സ്, അതേ രീതികൾ. ഇപ്പോൾ അതിനുശേഷം അവിടെ വന്ന് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കള് ഈ സ്ത്രീകളെ, ആ ഗ്രാമത്തിലുള്ള സ്ത്രീകൾ മുഴുവൻ പാർട്ടി ഓഫീസിൽ വിളിച്ചിരുത്തി ഈ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുകയായിരുന്നു. അവിടെ ED-യും മറ്റും അന്വേഷണത്തിന് ചെന്നപ്പോൾ അവരെ തടയുന്നു. NIA അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ തടയുന്നു. ഇതെല്ലാം നമ്മൾ സന്ദേശിക്കാതിരിക്കേണ്ടതാണ്. അവസാനം നമ്മൾ വർഗീയ സംഘർഷത്തിൽ ലക്ഷക്കണക്കിന് പേര് ആസാമിലേക്ക് ഒളിച്ചോടുന്ന ഒരു സംസ്ഥാനമായി അത് മാറുകയും ഒക്കെ ചെയ്തൊരു കാഴ്ചയാണ്. ഇത് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലൈനാണ് ഒന്ന്. പിന്നെ SIR അവിടെ ഇപ്രാവശ്യം ഭംഗിയായിട്ട് ഏറെക്കുറെ ഭംഗിയായി നടപ്പാക്കിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ തന്നെ വാർത്ത കൊടുത്തനുസരിച്ച് അതിന്റെ കോടിക്കണക്കിന് വോട്ടർമാരാണ് അവിടെ അപ്രത്യക്ഷമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു എഡ്ജ് BJPക്ക് കിട്ടും എന്നുള്ളതാണ്. കാരണം അവിടെ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. SIR വളരെ കൃത്യമായി നടന്നാൽ വെസ്റ്റ് ബംഗാളിൽ BJPക്ക് ജയിക്കാൻ എളുപ്പമാണ്. കാരണം അവിടെ ഈ തൃണമൂൽ കോൺഗ്രസിനെ മറ്റും താങ്ങി നിർത്തുന്നത് ഈ കുടിയേറ്റ വോട്ടുകളാണ്. ഈ കുടിയേറ്റ വോട്ടുകൾ 2 തരമുണ്ട്. നമ്മൾ കുടിയേറ്റ വോട്ട് നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ നമ്മുടെ ഈ പെരുമ്പാവൂരൊക്കെ ഈ ബായിമാര് വരുന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ വെസ്റ്റ് ബംഗാൾ, ആസാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1950-കളിൽ വന്നവരുണ്ട്, 70-കളിൽ വന്നവരുണ്ട്. അങ്ങനെ പഴയ കാലം തൊട്ടേ വന്ന് അവിടുത്തെ സ്ത്രീകളെ വിവാഹം കഴിച്ച് ഇല്ലെങ്കിൽ അങ്ങനെ മിങ്കിൾ ചെയ്ത് താമസിക്കുന്നവരുണ്ട്. ഇവരെ കണ്ടെത്തുക, പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായൊരു കാര്യമാണ്. കാരണം ഈ കടലിൽ കൊണ്ട് കായം കലക്കുന്ന പോലെ എവിടെ പോയെന്ന് അറിയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇത്ര വർഷം ആയിട്ടുള്ള 10-50 വർഷങ്ങൾക്കൊക്കെ മുമ്പ് വന്ന അവരെ കണ്ടെത്തുക, കാരണം പുറത്താക്കാനും കഴിയില്ല. കാരണം ഇവര് ചിലപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നതൊക്കെ ഇവിടെ നിന്നായിരിക്കും. ഇവരുടെ കുട്ടികൾ ഇവിടെയൊക്കെ തന്നെ ജനിച്ചു വളർന്നിട്ട് ഇവരൊക്കെ വയോധികരാണ്. ഇവരെയൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വോട്ടർമാർ അവിടെ ഉണ്ട്. അപ്പം ഈ 2 കേസുകളാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. പക്ഷെ ഇവിടുന്ന് ഇപ്പോൾ ഈ ഈ സർവേയിൽ അവർ പറയുന്നത് BJP അധികാരത്തിലേറും. പക്ഷെ 115 സീറ്റിലേക്ക് BJP എത്തിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവിടെ അധികാരം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവർക്ക് അതിനുള്ള ടെക്നിക്സ് അവർക്ക് ഉള്ള പാർട്ടിയാണ്. കേരളത്തിൽ പോലും അവർ പറയുന്നത് 35 സീറ്റ് കിട്ടാൻ ഞങ്ങൾ ഭരിക്കുമെന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം കേവലം 1 സീറ്റ് വെച്ച് മിസോറാം ഭരിച്ച പാർട്ടിയാണ് ഇവര്. ഇത്തവണയും 2 സീറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. മിസോറാം അവരാ ഭരിക്കുന്നത്. അതാണ് അവരുടെ ഒരു രീതി. അപ്പൊ 115 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയ സംഖ്യയാണ്, വലിയൊരു സംഖ്യ 115. ഈ 115 എന്നൊരു നമ്പർ അവർക്ക് കിട്ടിയാൽ ഈ 115 ഒരു 120 ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു കഷ്ടിച്ചൊരു 20-ഓ 25-ഓ പേരെ എവിടുന്നേലും ചാടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് ഭരിക്കാൻ കഴിയും. ചാടിച്ചെടുക്കുക വളരെ നിസ്സാരമായ കാര്യമാണ്. കാരണം ഈ മമത എന്ന് പറയുന്ന ഒറ്റയാൾ പോരാട്ട ആ ഒരു ലീഡറിന്റെ ചുറ്റി നിൽക്കുന്നവരുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സർക്കിൾ ഉള്ളവരുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സർക്കിളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP അടർത്തി മാറ്റിയത്. BJP കഴിഞ്ഞ തവണ 80-ന് മുകളിൽ സീറ്റ് അവർ ജയിച്ചിരുന്നു.
പക്ഷെ അതിന്റെ കുറച്ചുപേര് തിരിച്ചുപോയി തൃണമൂൽ കോൺഗ്രസിലേക്ക്. മമത അധികാരത്തിൽ വന്നപ്പോഴത്തേന് ഇതിൽ നിന്ന് കുറച്ചുപേര് തിരിച്ചു, സീറ്റ് കൂടുതൽ കിട്ടിയായിരുന്നു കേട്ടോ, അവർ ജയിച്ചിരുന്നു. അതുപോലെ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ അവർ തിരിച്ചുപോയി. അപ്പൊ അന്ന് അവർക്ക് അത്രയും അടർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇവർക്ക് ഇത് ഈസി ആയിട്ട് ഇത്രയും സീറ്റ് കിട്ടിയ ബാക്കിയുടെ എളുപ്പത്തിൽ അടർത്തിയെടുക്കാൻ പറ്റും. ഇവര് എന്തായാലും ഇത്തവണ വെസ്റ്റ് ബംഗാൾ ഇവർ പിടിക്കാൻ ഉറച്ചിരിക്കുന്ന ആയിട്ടാണ്, ഒരു പോരാട്ടത്തിനാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. അത് അവര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച കാര്യമാണ്. അതായത് ഗംഗ ഒഴുകുന്ന ഒരു ഇടം കൂടിയുണ്ട്, നമുക്കത് പിടിച്ചെടുക്കണം എന്നുള്ളത്. കാരണം അത് അവരുടെ ഒരു പ്ലാനാണ്, വലിയൊരു മാസ്റ്റർ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് അവര് 64 സീറ്റല്ലേ ഉള്ളൂ ബിജെപിക്ക് കഴിഞ്ഞ തവണ. അല്ല, അത് നിന്ന് വരും, ബാക്കിയുള്ളവർ പോയി. അതിൽ നിന്ന് 80 പേര് ജയിച്ചിരുന്നു കാണിക്കുന്നത്. അതെ, ആ 64 പേരേ ഉള്ളൂ, കൂടെ ഉള്ളൂ. 80-നടുത്ത് ജയിച്ചു സീറ്റ്. അവരൊക്കെ ഈ മമത മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും ഇതിൽ നിന്ന് കുറെ അധികം പേര് തിരിച്ചുപോയി. അങ്ങനെ അവിടുത്തെ പൊളിറ്റിക്സ് അങ്ങനെയാണ്. മമത അധികാരത്തിൽ വീണ്ടും വന്നു, അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അതിനകത്ത് ഒരാൾ പഴയ കേന്ദ്രമന്ത്രിയൊക്കെയാണ് ബിജെപിയുടെ. അത് ബിജെപിക്കാരനല്ല. അതാ ഞാൻ പറഞ്ഞത്, ബിജെപിയുടെ ഈ വെസ്റ്റ് ബംഗാളിലുള്ള നേതാക്കളിൽ പകുതിയിൽ അധികം പേരും BJP-യോ RSS-ന്റെയോ ഒന്നും ഫ്ലേവർ ഉള്ളവരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചട്ടം കൂടി വന്നവരല്ല. മിക്കവാറും പേരൊക്കെ കോൺഗ്രസ്, അതുപോലെ തൃണമൂൽ കോൺഗ്രസ്, അവരുടെ അണികൾ ഭൂരിപക്ഷം പേരും സഹാക്കന്മാരാ, CPM-മാരാണ് കൂടുതൽ പേര്. അതായത് ഒരു ബേസ് ആയിട്ട് വന്നാൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ RSS-ൽ വന്ന അവർക്കൊരു ബേസ് ഉണ്ടാവും, വന്ന പാർട്ടിക്കാരുണ്ടാവും, BJP-കാരുണ്ടാവും. ഇല്ലെങ്കിൽ BJP വർഷങ്ങളായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന BJP-കാരുണ്ടാവും. അതിന്റെ മുകളിലേക്കാണ് മറ്റു പാർട്ടികളിൽ നിന്ന് BJP-കാർ ഉണ്ടാകുന്നത്. പക്ഷെ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവരുടെ ഈ അടിത്തട്ട് എന്ന് പറഞ്ഞാൽ ശക്തമായ നേതാക്കന്മാരുള്ള അടിത്തട്ടൊന്നും അല്ല. ഇപ്പൊ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ, കേരളത്തിലാണെങ്കിൽ പോലും BJP-ക്ക് ശക്തമായ ഒരു ബേസ് ഉണ്ട്, അവരുടെ അടിത്തട്ട്. അപ്പൊ അവരുടെ സുരേന്ദ്രനായാലും ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സംഘത്തിൽ കൂടെ വന്ന ഇല്ലെങ്കിൽ BJP-യിലുള്ള നേതാക്കന്മാരായിട്ടുള്ളവരാണ്. വെസ്റ്റ് ബംഗാളിൽ അങ്ങനെയല്ല. അതാണ് ഇവർ തിരിച്ചുപോയത്. സീറ്റ് 80 മേളിൽ പിടിച്ചവര്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് 115 എന്നുള്ള സീറ്റ് ചിലപ്പോൾ ഒരു 120 ആയാലും വേണ്ട, 115 തന്നെ ആയാൽ പോലും ഇവർ ഈസി ആയിട്ട് അധികാരം പിടിക്കും. കാരണം ഇത്തവണ മുമ്പ് അവർ ചെയ്ത അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്തിരുന്ന പണിയെന്ന് വെച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ കുറെ പേരെ അടർത്തിയെടുത്ത് അവർ മത്സരിപ്പിച്ചു. ഈ സീറ്റ് കിട്ടാത്ത ഇത്തവണ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് MLA-മാരെ ചാടിച്ചുകൊണ്ടായിരിക്കും ഇവർ മുമ്പോട്ട് പോകുന്നത്. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യം. കാരണം ഇത്തവണ അവർ എങ്ങനെ പോയാലും വെസ്റ്റ് ബംഗാൾ പിടിക്കും. അതിനുള്ള എല്ലാ കരുക്കളും അവർ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം വെസ്റ്റ് ബംഗാൾ പിടിച്ച് ആ ഒരു ബെൽറ്റ് മുഴുവൻ ഇവരുടെ കയ്യിലാണ്. കാരണം തൊട്ടിപ്പുറത്ത് നടക്കുന്ന ഒഡീഷ ജയിച്ചു, BJP ഭരിക്കുന്നു. ബീഹാർ BJP ഭരിക്കുന്നു. ത്രിപുര BJP ഭരിക്കുന്നു. ആസാം BJP ഭരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പുറത്ത് വരുമ്പോൾ UP-യുടെ ചെറിയ ഭാഗം BJP ഭരിക്കുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഉത്തരാഖണ്ഡ് BJP ഭരിക്കുന്നു. കാരണം ഇവരെ സംബന്ധിച്ച് ഈ ബംഗാൾ പിടിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് കൂടെയല്ല, രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് കൂടി ബംഗാൾ ഇപ്പോൾ BJP-യുടെ കയ്യിൽ വന്നേ മതിയാകും. കാരണം നമുക്കറിയാം, അവിടെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ BSF-നും വേണ്ടിയിട്ടുള്ള ഔട്ട് പോസ്റ്റുകൾ, ഓഫീസുകൾ പണിയാൻ വേണ്ടി മമത സ്ഥലം കൊടുത്തില്ല. അവസാനം സുപ്രീം കോടതി പറഞ്ഞെന്താ, നിങ്ങൾക്കത് കൈകടത്താൻ അധികാരമില്ല, അവരവിടെ പണിയുക തന്നെ, നിങ്ങളുടെ താരി ചോദിച്ചെന്ന് ചോദിച്ചു. നിങ്ങളാണോ അതിനൊന്നും നിങ്ങളുടെ അനുമതിയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവർ ദൂരെ കളഞ്ഞിട്ട് സുപ്രീം കോടതി നേരിട്ടാണ് അനുമതി കൊടുത്തത്. പിന്നെ മമത എന്നിട്ട് പറഞ്ഞു, കേന്ദ്രം വന്നിട്ട് ഇപ്പൊ 50 കിലോമീറ്റർ അകത്ത് കയറിയിട്ട് ഈ സൈന്യത്തിന് പരിശീലന റൈറ്റ് കൊടുത്തിട്ടുണ്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും സുപ്രീം കോടതി പറഞ്ഞു, അതിനകത്ത് ഇടപെടാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ വകുപ്പല്ല, അത് കോടതിയുടെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യമാണ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. അപ്പം ഈ ബോർഡറിൽ കിടക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇപ്പൊ BJP-യുടെ കയ്യിലാണ്. അപ്പൊ സ്വാഭാവികമായി വെസ്റ്റ് ബംഗാളിനോട് അവർക്ക് കിട്ടിയേ പറ്റൂ. കാരണം ഇന്റർനാഷണൽ റിലേഷൻസ് അത്ര മോശമാണ് ഇപ്പൊ നമ്മൾ ഈ ബംഗ്ലാദേശുമായിട്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ നിൽക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇതിനകത്ത് പല ആംഗിൾസ് ആണ് നമ്മൾ കാണേണ്ടത്. വെസ്റ്റ് ബംഗാൾ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ലൈൻ അപ്പുറത്തേക്ക് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ട്. ഈ ബംഗ്ലാദേശിലെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോൾ മമതാ ബാനർജിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ, ഈ പിന്നെ SIR വന്നപ്പോഴത്തേക്കും വലിയ വിഷയങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് അടിച്ചൊതുക്കാൻ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഇത്തവണ ഈ കേരളത്തിലൊക്കെ ആ കലാപരിപാടി തീർന്നു എങ്കിൽ പോലും വെസ്റ്റ് ബംഗാളിൽ ഇപ്പോഴും ഉണ്ട് ഈ രാഷ്ട്രീയ തല്ലുണ്ട്. പിന്നെ നമ്മൾ ന്യൂസ് ഇന്ത്യ മേളത്തിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിന്റെ ആ യോഗ സ്ഥലത്തിന്റെ അടുത്ത് തൃണമൂലും BJP-ക്കാരും പൊരിഞ്ഞതല്ല. അവിടെ വരുന്നവർക്ക് പാർട്ടിക്കാർക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ഗുണ്ടായിസ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് CPM ആയാലും അറിഞ്ഞിരിക്കണം. CPM 10-15 കൊല്ലക്കാലം തല്ലി കൊന്നും അവർ ഭരിച്ചു. അവരെ തല്ലി ഒതുക്കിക്കൊണ്ട് തൃണമൂൽ വന്നു. ഇപ്പൊ തൃണമൂലിനെ തല്ലി ഒതുക്കിക്കൊണ്ട് BJP വളരുകയാണ്. ഇതൊരു ഒരു കൾച്ചറാണിത്. ഇനിയിപ്പോ BJP കയറി അധികാരത്തിൽ ഏറി കഴിഞ്ഞിട്ട് ഈ കൾച്ചർ മാറ്റിയെടുക്കണം. നമ്മൾ ഇത് കണക്കുന്നത് കൾച്ചറുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ത്രിപുര കണ്ടിട്ടുണ്ട്, UP ഒക്കെ അതുപോലെ. UP, ബീഹാറിൽ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഒരു സമയത്ത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു,
പിറ്റേ ദിവസം സ്ഥാനാർത്ഥി വെച്ച് കൊല്ലുന്നു. ത്രിപുരയിൽ ഇച്ചിരി വെറൈറ്റിയാണ്, അവിടെ കത്തിക്കുക ചെയ്യുന്നത്. പാർട്ടി നേതാവ് MLA ആയിട്ട് പ്രഖ്യാപിക്കുന്നു, MLA യുടെ വീടടക്കം കത്തിക്കുന്നു. അങ്ങനെ ഹോബികളൊക്കെ ഒരുപാട് സംസ്ഥാനങ്ങളാണ്. അതൊക്കെ ഇപ്പം മാറി. വെസ്റ്റ് ബംഗാളിലും മാറാത്ത സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. നമ്മുടെ കേരളം പോലും മാറി. കേരളത്തിൽ ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങളോ തല്ലൊന്നുമില്ല. ഇപ്പൊ ഗുണ്ടകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല കേരളത്തിലുള്ളൂ ഇപ്പൊ. അപ്പം വെസ്റ്റ് ബംഗാളിന്റെ ഒരു പിക്ചർ ഇതാണ്. എന്തായാലും നമുക്ക് ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ഒരു മാസക്കാലം നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഒരു വാർത്തയെങ്കിലും ഈ ഇലക്ഷൻ സംബന്ധിച്ച് ചെയ്യണമെന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളാണ്. എന്നാൽ കേരളവും ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് അസാം ഒക്കെ ഉണ്ട്. വരും ദിവസങ്ങളിൽ ഓരോ സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബംഗാളാണ്. ബംഗാളിൽ ഇപ്പൊ വന്നിരിക്കുന്ന സർവേ, ഇനി സർവേകൾ വരാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് വരും തോന്നുന്നു. കാരണം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്നലെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വന്നത്. ഇന്നലെ ഇനിയിപ്പം സർവേ എടുക്കാൻ പാടാ. അപ്പൊ ഇന്നലെ ചെയ്തു വെച്ച സർവേ എല്ലാം കൂടെ ചിലപ്പോൾ ഇന്നെല്ലാം കൂടെ വാരി ഇടാൻ സാധ്യതയുണ്ടോ ഈ ഒപ്പീനിയൻ പോൾ. അപ്പൊ ഇനി ബാക്കി ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ ചെയ്യാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിഷയം വന്നിരിക്കുന്നത്. ഏതായാലും വെസ്റ്റ് ബംഗാൾ സംബന്ധിച്ച് ഇത്തവണ ഒരു വലിയ പോരാട്ടമായിരിക്കും. ധനുഷ് ആദ്യം പറഞ്ഞിടത്തേക്ക് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. BJP സംബന്ധിച്ച് വെസ്റ്റ് ബംഗാൾ പിടിച്ചാൽ അവർക്ക് പിന്നെ ബാക്കി 5-4 പോയാലും ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് വിഷമമില്ല. കേരളം ഒന്നും അവർക്ക് കിട്ടില്ല. തമിഴ്നാട് മറ്റു സംസ്ഥാനങ്ങളൊക്കെ പോയാൽ അവർക്ക് ടെൻഷൻ ഇല്ല. കാരണം ബംഗാൾ പിടിക്കുക എന്നുള്ളത് ഒരു ചരിത്രം തന്നെ ഇന്ത്യയുടെ മാറ്റി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വെസ്റ്റ് ബംഗാൾ പിടിച്ചു കഴിഞ്ഞാൽ. 2 കാര്യങ്ങളാണ്. ഒന്ന് മമതാ ബാനർജി, അത് മാത്രമല്ല ഈ പറയുന്ന മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു വൻമരം വീണാൽ ഇന്ത്യ മുന്നണി പിന്നില്ല. 2 വൻമരങ്ങളാണ് ഈ ഇന്ത്യ മുന്നണി താങ്ങി നിർത്തുന്നത്. കോൺഗ്രസ് അല്ല. ഒന്ന് DMKയും മറ്റൊന്ന് മമതയും. അതുകൊണ്ടാണ് BJP DMK എങ്ങനെയും താഴെ ഇറക്കണമെന്ന് പറയുന്നതും തൃണമൂലിനെ താഴെ ഇറക്കുന്നത്. ഈ 2 പോയി കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ ഒരു ഗ്രിപ്പ് അവിടെ തീരുകയാണ് കോൺഗ്രസിന്റെ. സ്വതമേ കോൺഗ്രസിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവരുടെ ഒരു ബലത്തിലാണ് കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ വല്ല സംസ്ഥാനത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓൾ ഇന്ത്യ ബന്ധമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ എവിടെങ്കിലും കൊടിവെക്കാനും പ്രകടനത്തിനും ആള് വേണ്ടേ? അത് ഇവരൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. തമിഴ്നാട് DMK ആപ്പാണ് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ മമത ആപ്പാണ് ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ എവിടെ കോൺഗ്രസ് എവിടെ ഭരിക്കുന്നത്? വേറെ ഒന്നുമില്ല. ഇതൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു തട്ടകം. ഈ 2 പിന്നെ ഇവർ തോറ്റു കഴിഞ്ഞാൽ, ഈ ഇന്ത്യ മുന്നണി തോറ്റു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഉല്ലാസിലേക്ക് വരും. യാതൊരു സംശയമില്ലാത്ത കാര്യം അത്. അതിനകത്ത് ഏറ്റവും പ്രധാനം വെസ്റ്റ് ബംഗാളാണ്.